പ്രണയമില്ലാതെ താനെന്തിനേ ഈ രാത്രി ഇവൻ വിളിച്ചതിൻ്റെ പേരിൽ ഇറങ്ങി വരണം? അതവൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അപ്പോൾ പാർത്തിയുടെ മനസ്സിലും താനൊരു മോശം പെണ്ണ് തന്നെയാണ്. അതുകൊണ്ടാവും അവൻ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നതെന്ന് കരുതിയിട്ടുണ്ടാവും. സ്വയം ചോദ്യവും ഉത്തരവും അന്ന തന്നെ കണ്ടെത്തി. പാർത്തി മറുപടി പറയാനാവാതെ അങ്ങനെ നിന്നു. തൻ്റെ ചോദ്യത്തിന് അങ്ങനെയൊരു അർത്ഥം ഉണ്ടായിരുന്നോ? മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് അവളിപ്പോൾ പറഞ്ഞത്. അവളുടെ കണ്ണിൽ തന്നോടുള്ള പ്രണയം കണ്ടിട്ടുണ്ടെങ്കിലും വാക്കുകളിൽ അറിയണമെന്ന് തോന്നി. അതാണ് രാത്രി വന്നത്, അവളോട് ചോദിച്ചത്. ആ കണ്ണുകൾ പിടയുന്നത് കാണാൻ, ചുണ്ടുകൾ വിറക്കുന്നതറിയാൻ, നാണം കൊണ്ട് അവളുടെ മുഖം ചുവക്കുന്നത് ആസ്വദിക്കാൻ. മൗനമായി അവളുടെ ഹൃദയം തൻ്റെ ഹൃദയത്തോട് അതിൻ്റെ മറുപടി പറയുമ്പോൾ അവളെ നെഞ്ചോട് ചേർത്തണക്കാൻ. പക്ഷേ ഈ പ്രതികരണം, എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ പ്രതികരിച്ചതെന്ന് അറിയില്ലെങ്കിലും കാര്യമായി എന്തോ അവളുടെ മനസ്സിൽ പിടികൂടിയിട്ടുണ്ടെന്ന് അവന് തോന്നി. പാർത്തി അവളെ തന്നെ ഉറ്റുനോക്കി. അന്നയുടെ കണ്ണുകളും അവനിലായിരുന്നു. തൻ്റെ കണ്ണ് നിറഞ്ഞത് കൊണ്ടാണോ അവൻ്റെ കണ്ണിലും നനവ് തോന്നിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് അങ്ങനെയൊരു അർത്ഥം എൻ്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്നുണ്ടോ ജോഅന്ന? കണ്ണുകളും ചില നേരം കള്ളം പറയും പാർത്തി. അവളുടെ മറുപടി ഇടറുന്നതായിരുന്നു. പാർത്തി അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. ചുവന്ന കലങ്ങിയ കണ്ണുകളിൽ അവൻ്റെ ചുംബനം പതിഞ്ഞു. അവിടെ നിന്നും അത് കണ്ണുനീറൊലിച്ച ഇരു കവളിലേക്കും തെന്നി നീങ്ങി. തൂനെറ്റിയിൽ അവൻ്റെ അതിരം ഏറെ നേരം വിശ്രമം കൊണ്ടു. അവളുടെ ഹൃദയമിടിപ്പ് ശാന്തമാകുന്നതുവരെ അവനോ അവളോ ഒരടി പോലും അനങ്ങിയില്ല. അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ നിന്ന് വേർപെട്ട് അവളുടെ കാതരികൾ ചേർന്നു വന്നു. അതുവരെയില്ലാത്ത വിറയൽ ആ നിമിഷം അവളിൽ കടന്നുപോയി. മറുപടി നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തോട് മന്ത്രിച്ചിട്ടും നിന്റെ നാവിൽ നിന്ന് അറിയണമെന്ന് കുഞ്ഞുവാശിയിൽ ചോദിച്ചു പോയതാ പെണ്ണെ. ക്ഷമിക്കുന്നേ. പറച്ചിലിനൊപ്പം അവൻ്റെ ചുണ്ടുകളും അവിടെ മുദ്ര പതിപ്പിച്ചു. അന്ന ഒന്നുയർന്നു പൊങ്ങി അവൻ്റെ ഷർട്ടിൽ വിരൽ കോർത്തു. ഹൃദയം ആർദ്രമായതുപോലെ, ഉള്ളിൽ തികട്ടി വന്നിരുന്ന ദുഃഖം അവൻ്റെ വാക്കുകളിൽ അലിഞ്ഞില്ലാതാവുന്നതുപോലെ. പക്ഷേ ചോദിച്ചതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. പാർത്തി പറഞ്ഞതും അന്ന കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ഇതുവരെയുള്ള മുഖഭാവമല്ല അവനിൽ. കള്ളച്ചിരിയാൽ ആ മുഖം ഒന്ന് വിടർന്നിട്ടുണ്ട്. താടിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നുണക്കുഴി അതിൻ്റെ എല്ലാ ഭംഗിയിലും തെളിഞ്ഞു വരുന്നു. ഇന്ന് വന്ന് നിന്നെ കണ്ടേ പിന്നെ അവിടെ ഒരാൾ ചെവിക്കൊരു സമാധാനവും തന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് കെട്ടി കൂടെ പൊറിപ്പിച്ചോളാൻ പറഞ്ഞേക്കുക. പക്ഷേ അത് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, മറ്റൊരാളും കൂടി കനിയണ്ടേ? പാർത്തി ദീർഘനിശ്വാസത്തോടെ അന്നയെ നോക്കി. കവിൾത്തടം രക്തവർണ്ണമായി. മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് പെണ്ണ്. പാർത്തി അവളിലേക്ക് ഒന്നുകൂടി അടുത്തു. അപ്പോൾ ജോഅന്നയുടെ മുഖം അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടാണ്. പതിയെ ചാഞ്ഞു വന്ന് അവളുടെ തല അവൻ്റെ നെഞ്ചിലമർന്നു. നീ നേരിട്ട് ചോദിക്കാതെ പെണ്ണ് മനസ്സ് തുറക്കില്ലെന്ന് അച്ഛൻ. എന്നാൽ പിന്നെ നേരിട്ട് ഇപ്പോൾ തന്നെ ചോദിച്ചേക്കാമെന്ന് ഞാനും. അങ്ങനെയാ ഈ പാതിരാത്രി ഈ തണുപ്പ് അത്രയും കൊണ്ട് ഇറങ്ങി വന്നേ. അന്ന പതിഞ്ഞൊന്ന് ചിരിച്ചു. പാർത്തിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. വ്യക്തമായി ഓർത്തെടുക്കാൻ പാകത്തിനൊരു പ്രണയകാലം ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട് തുടങ്ങിയതു മുതൽ പാർത്തി തനിക്ക് ആരൊക്കെയോ ആയി മാറിയിരുന്നു. അയ്യോ കുഞ്ഞി. പെട്ടെന്നാണ് അന്നയ്ക്ക് കുഞ്ഞിയുടെ കാര്യം ഓർമ്മ വന്നത്. നെഞ്ചിൽ നിന്ന് പിടഞ്ഞു മാറി ഓടാൻ പോയവളെ പാർത്തി ഒന്നുകൂടെ അടക്കി പിടിച്ചു. എന്താ? വല്ലാതെ തണുക്കുവാടി. ചൂടാക്കാൻ എന്തേലും ഒന്ന് തന്നിട്ട് പോ. അവളുടെ ചുണ്ടിൽ നോട്ടമെറിഞ്ഞ് പറയെ അന്നയുടെ തല പെറ്റ് താഴെ പോയിരുന്നു. നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നു പോയി. പാർത്തി ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖമുയർത്തി. നോട്ടം ഇടഞ്ഞ് ചുണ്ടുകൾ ശ്വാസം പകുത്തെടുത്ത വേളയിൽ അന്നയുടെ കണ്ണുകളിലും പ്രണയത്തിൻ്റെ അലകൾ. എത്രയും വേഗം തൻ്റെ പെണ്ണായി അവളെ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പിച്ച നിമിഷം പാർത്തി ഒന്നുകൂടി അവളെ വരിഞ്ഞു മുറുക്കി അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. കാത്തു ആലോഷിയുടെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി നോക്കി. ശാന്തമായി ഉറങ്ങുന്നവൻ്റെ കൈകൾ അപ്പോഴും തന്നെ ചുറ്റിവരിഞ്ഞിരുന്നു. ആദ്യമായി അവനെ കാണുന്നത് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ്. തലേന്ന് രാത്രി എഴുതി കംപ്ലീറ്റ് ചെയ്ത വർക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ചവനോട് ആർക്കായാലും ദേഷ്യം തോന്നില്ലേ? തനിക്കും അതേ തോന്നിയുള്ളൂ. പക്ഷെ അവൻ്റെ പ്രതികരണം ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ്റെ അടുത്ത് നിന്ന് വൃത്തികെട്ട സാമീപ്യം താൻ അറിയുന്നത്. മറ്റൊരാളിൽ നിന്നും അങ്ങനെയൊരു അനുഭവം ഉണ്ടാവാത്തത് കൊണ്ടാവണം പിന്നീട് പല വേളകളിലും അവനെ കാണുമ്പോൾ ദേഷ്യം വന്നിരുന്നത്. എന്നാൽ എപ്പോഴാണ് തനിക്കവനെ ഇഷ്ടമായത് അറിയില്ല. അതിനൊരു ഉത്തരവും തൻ്റെ പക്കലില്ല. പോകുന്നിടത്തൊക്കെ വരുന്നത് പതിവാക്കിയവൻ തന്നെ നോക്കുന്ന ആ കണ്ണിൽ കാണുന്ന തിളക്കത്തിന് ദേഷ്യത്തിലൊരു നോട്ടം പകരം നൽകും. അതിന് മറുപടിയായി ആ കുഞ്ഞിക്കണ്ണൊന്ന് ചിമ്മും. പിന്നെ ഇടയ്ക്കിടെ ആ ചുണ്ടുകൂർപ്പിച്ചൊന്ന് കാണിക്കും. അവനോട് ദേഷ്യം പിടിക്കുമെങ്കിലും അതെല്ലാം താൻ ആസ്വദിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നൊരു നാൾ മുതൽ അലോഷ്യയെ കാണാതായി. അവൻ്റെ സാന്നിധ്യം ഒരിക്കൽ പോലും അവൾ മതിച്ചിരുന്നില്ലെങ്കിലും അവൻ്റെ പെട്ടെന്നുള്ള അസാന്നിധ്യം അവളെ തളർത്തുന്നതായിരുന്നു. പതിവ് പോലെ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന വഴി ഒരിക്കൽ കൂടി അവൻ പതിവായി നിൽക്കുന്ന സ്ഥലത്ത് നോക്കി. കാണില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവൻ്റെ ശൂന്യത ശരീരമാകെ തളർത്തിയിരുന്നു.
മനസ്സിൽ അവൻ അത്രയും ആഴത്തിൽ സ്ഥാനം പിടിച്ചിരുന്നെന്ന് മനസ്സിലാക്കാൻ കൺമുന്നിൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാഴ്ച മാത്രം മതിയായിരുന്നു. ഓർമ്മയിൽ തന്നെ കാത്തുവിൻ്റെ കണ്ണ് കലങ്ങി. ഇപ്പോഴും അതോർക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരമാണ്. അവർ തമ്മിൽ ഒന്നുമില്ലെന്ന് മനസ്സ് പറയുമ്പോഴും അലോഷ്യയുടെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന അന്നയുടെ ചിത്രം ഹൃദയത്തെ കുത്തി നോവിക്കുന്നു. കാത്തുവിൻ്റെ കൈകൾ അവനിൽ കൂടുതൽ മുറുകി. പാർത്തിയും സേറയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദിവസമാണ് കാത്തു അലോഷ്യയെയും അന്നയെയും ഒരുമിച്ച് കാണുന്നത്. അതവളിൽ വല്ലാത്തൊരു ഞെട്ടൽ സൃഷ്ടിച്ചിരുന്നു. ഡ്യൂട്ടി ഡോക്ടറിനോട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അറിഞ്ഞു അന്നയും അലോഷ്യയുമായുള്ള ബന്ധം. പക്ഷെ അപ്പോഴും കാത്തുവിൻ്റെ മനസ്സിൽ സേറ ഒരു ചോദ്യചിഹ്നമായി നിന്നിരുന്നു. റെക്കോർഡ്സിലെല്ലാം അന്നയുടെ മകളാണ് സേറ. കല്യാണം കഴിക്കാത്ത അന്നയ്ക്ക് മകളുണ്ടെന്നുള്ളത് അവളെ കൂടുതൽ കുഴപ്പിച്ചിരുന്നു. ആകെ വിഷമിച്ചിരുന്ന ഒരു ദിവസമാണ് കാത്തുവിൻ്റെ ചെറിയ പപ്പയുടെ മകൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ബെന്നി വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്നത്. കാതറിൻ്റേത് ഒരു കൂട്ടുകുടുംബമായിരുന്നു. അതുകൊണ്ട് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും വീട്ടുകാരെ നാണം കെടുത്തേണ്ട എന്ന പേരിൽ അവളതിന് ഒരുങ്ങി നിന്നു. അന്നാണ് കാത്തു അറിയുന്നത് ബെന്നിക്ക് തന്നോടുള്ള വർഷങ്ങളായുള്ള പ്രണയത്തെപ്പറ്റി. ഞെട്ടലായിരുന്നു തോന്നിയത്. അവൻ്റെ കണ്ണിലെ ആത്മാർത്ഥത കാണെ മനസ്സൊന്ന് പിടച്ചെങ്കിലും ഈ ആത്മാർത്ഥത ഒരിക്കലും അലോഷ്യയുടെ കണ്ണിൽ താൻ കണ്ടിട്ടില്ല എന്നുള്ളത് അവളിൽ മരവിപ്പ് മാത്രം ബാക്കിയാക്കി. അവൾ സ്വമനസാലെ സമ്മതം അറിയിക്കാതെ വിവാഹത്തിന് നിർബന്ധിക്കില്ല എന്ന് ഉറപ്പുകൂടി ബെന്നി കൊടുത്തു. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീണ്ടും കണ്ടു അലോഷ്യയോടൊപ്പം അവൻ്റെ തോളിൽ ചേർന്ന് നിൽക്കുന്ന അന്നയെ. അന്ന് വൈകിട്ട് തന്നെ സമ്മതം അറിയിക്കുകയായിരുന്നു ബെന്നിയെ വിളിച്ച്. മൂന്നാം നാൾ മനസ്സമ്മതവും ഉറപ്പിച്ചു. അപ്പോഴും മനസ്സിൽ അതെങ്ങനെ മുടക്കും എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. സങ്കടം ഉണ്ടായിരുന്നെങ്കിലും തന്നോട് അവനുള്ളത് വെറുമൊരു നേരമ്പോക്കാണെന്ന് കരുതി ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചിരുന്നു അവൾ. പക്ഷേ അവനെ കണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ അന്ന് ദേഷ്യത്തിൽ മനസ്സമ്മതം മുടക്കുമെന്നവൻ വെല്ലുവിളിച്ചു. അവൻ കാരണം മനസ്സിനേറ്റ മുറിവിൽ വീണ്ടും കുത്തിനോവിക്കുന്നത് പോലെ തോന്നി അവൻ്റെ പ്രവൃത്തി. പക്ഷെ അവൻ അന്ന് പള്ളിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ദേഷ്യമായിരുന്നു. വെല്ലുവിളി സത്യമാക്കാൻ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് വിശ്വസിച്ചു. ആ ദേഷ്യത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. തൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അങ്ങനെ അവനെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു വാശി. പക്ഷെ വന്ന് 2 നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി എടുത്തുചാട്ടം വേണ്ടിയിരുന്നില്ലെന്ന്. അപ്പച്ചനോട് പറഞ്ഞപ്പോൾ അപ്പച്ചനും ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. തിരികെ പോവാൻ തയ്യാറായി നിന്നതായിരുന്നു. എന്നാൽ അന്നാണ് ജോഷുവ വരുന്നതും തന്നോട് ഇരുവരെയും പറ്റി സംസാരിക്കുന്നതും. അണഞ്ഞു തുടങ്ങിയ കനൽ വീണ്ടും അവളിൽ എരിഞ്ഞു തുടങ്ങുന്നത് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അന്നയോട് മറ്റ് ദേഷ്യങ്ങൾ ഒന്നുമില്ലെങ്കിലും അവളെ തനിക്കിഷ്ടമല്ല. മാനസികമായി ഒരു അകൽച്ച മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവുമോ? അലോഷ്യയോട് കൂടുതൽ അടുത്തിടപഴകുന്നത് തന്നെയാവും കാരണവും. കാത്തു ഓരോന്നോർത്ത് അങ്ങനെ കിടന്നു. ഓർമ്മയിൽ പല മുഖങ്ങളും അവളിൽ കടന്നുപോയി. അലോഷി, അന്ന, അലക്സി, ബെന്നി, അപ്പച്ചൻ. ഒടുവിൽ വേദനിപ്പിക്കുന്ന മുഖമൊന്ന് ഉള്ളിൽ തറഞ്ഞു നിന്നതും കാത്തുവിൻ്റെ കണ്ണിൽ നീരുപൊടിഞ്ഞു. ഹൃദയത്തിൽ ആഴത്തിലാരോ കത്തികൊണ്ട് വരഞ്ഞതുപോലെ വേദനിച്ചു. മായക്കെന്നെ പരിചയമുണ്ടോ? അന്നയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു വ്യഗ്രത നിറഞ്ഞതുപോലെ ഒരു നിമിഷം തനിക്ക് തോന്നിയിരുന്നു. മായ പിടച്ചിലോടെ അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റി. ഉള്ളിൽ തറഞ്ഞു കയറുന്ന വേദന, കൺമുന്നിൽ പിടഞ്ഞു തീർന്നൊരു രൂപം, മായപ്പെണ്ണ് എന്ന സ്നേഹം നിറഞ്ഞ സ്വരം, തന്നെ പൊതിയുന്ന അവൻ്റെ ഗന്ധം. മായി എന്ന കുറുമ്പ് കലർന്ന കുഞ്ഞിയുടെ വിളി മായയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അന്നയിൽ നിന്ന് മുഖം മാറ്റി കുനിഞ്ഞു നിന്നു. പലതും സംസാരിച്ചു. അമ്മായിയുടെ കയ്യിൽ പാർത്തിയെന്തോ നൽകി. തിരികെ അവർ ഇറങ്ങുന്നത് വരെ മായ വരെ നോക്കിയിരുന്നില്ല. അന്നയുടെ കണ്ണുകൾ അപ്പോഴും തന്നിലാണെന്ന് അറിഞ്ഞ് തന്നെയാണ് മായ അതിന് മുതിരാത്തതും. വണ്ടിയകന്നു പോയിട്ടും മായയുടെ ശ്വാസം നേരെയായിരുന്നില്ല. ജനാലയിൽ കൂടി വിണ്ണിലെ താരകത്തെ നോട്ടമെറിഞ്ഞവൾ ഇരിക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. രാവിലെ പാർത്തിയെ കാണാതെ ഒഴിഞ്ഞുമാറി നടക്കാൻ തുടങ്ങുകയാണ് അവൻ വണ്ടി കൊണ്ടുവന്ന് അടുത്തു നിർത്തി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞത്. മറുപടി പലതും മുറിവാക്കുകളിൽ പറഞ്ഞവസാനിപ്പിക്കുമ്പോഴാണ് ദൂരെ നിന്നും നടന്നു വരുന്ന അന്നയെ കണ്ടത്. ആകാംക്ഷയോടെ ആദ്യം നോക്കിയത് അവളുടെ കൈകളിലേക്കായിരുന്നു. ഒരു നോക്ക്, ഒരേ ഒരു നോക്ക്, തൻ്റെ കുഞ്ഞിയെ ഒന്ന് കാണാൻ. പക്ഷേ ഉണ്ടായിരുന്നില്ല. അറിയാതെ ചങ്കിലൊരു വേദന നിറഞ്ഞു. കരഞ്ഞു പോകുമെന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് അവനോട് യാത്ര പറഞ്ഞ് വേഗത്തിൽ നടന്നകന്നു. പക്ഷെ വീട്ടിലേക്ക് ഇരുവരും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അന്യത് ചോദിക്കുമെന്നും. എന്തായിരുന്നു താൻ പറയേണ്ടത്? അവളെ അറിയുമെന്നോ? എങ്ങനെ അറിയുമെന്ന് അപ്പോൾ ചോദിച്ചിരുന്നെങ്കിലോ? പറയണമായിരുന്നോ എൻ്റെ പ്രാണനെ ഈ ലോകത്തു നിന്ന് പറഞ്ഞയച്ചത് അവളാണെന്ന്? പറയണമായിരുന്നോ എൻ്റെ ജീവനിപ്പോൾ അവളുടെ കയ്യിലാണെന്ന്? മായ വിങ്ങലോടെ പൊട്ടിക്കരഞ്ഞു, സങ്കടം സഹിക്കാൻ കഴിയാതെ. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുമാറി അവളുടെ തേങ്ങൽ ഉയർന്നു. കണ്ണുകൾ കലങ്ങി ചുവന്നു. ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയിൽ അവളൊന്ന് പിടഞ്ഞു പൊങ്ങി. ശക്തിയിൽ നെഞ്ചിൽ കയ്യമർത്തി ഒഴിഞ്ഞു. കഴിയുന്നില്ല. ശ്വാസം ഒരൽപ്പം പോലും എടുക്കാനാവുന്നില്ല.
ശരീരം ശക്തിയിൽ വിറച്ചു. നെഞ്ചിൽ അമർത്തിയൊഴിഞ്ഞിട്ടും സാധിക്കാത്ത നിലയ്ക്ക് അവളുടെ തൊണ്ട വരണ്ടു. കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു. ഇരുട്ടുകേറി അവളുടെ മേകൾ മാടിയടയുമ്പോൾ അവളെ നോക്കി നിന്ന വിണ്ണിലെ താരകവും മേഘങ്ങൾക്കിടയിൽ മറഞ്ഞുപോയിരുന്നു. എന്നാത്തിനാടി കുഞ്ഞി ഇങ്ങനെ കരയണേ? നിർത്താതെയുള്ള സേറപ്പെണ്ണിൻ്റെ കരച്ചിൽ കേട്ട് അലോഷി അന്നയുടെ അടുത്തേക്ക് നടന്നു. സേറയെ കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പലതും കാണിച്ചു കൊടുത്തും കരച്ചിലടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു നിലക്കും കുഞ്ഞ് അടങ്ങുന്നുണ്ടായിരുന്നില്ല. അറിയില്ല അലോഷി, വല്ലാത്ത വാശിയ. രാവിലെ തുടങ്ങി. ഇന്നലെ ഉറക്കിലെന്തോ കണ്ട് ഞെട്ടി ഉണർന്നതാ, പിന്നെ ഉറങ്ങിയിട്ടില്ല. പറയുമ്പോൾ അന്നയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അലോഷി അന്നയുടെ അടുത്ത് പോയി സേറയ്ക്ക് നേരെ കൈനീട്ടി. ഇങ്ങോട്ട് വന്നേടി കുഞ്ഞി. എടുക്കാൻ ശ്രമിച്ചിട്ടും അലറിക്കരഞ്ഞ് സേറപ്പെണ്ണ് അന്നയുടെ ദേഹത്തേക്ക് അള്ളിപ്പിടിച്ചു. അലോഷി, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. കൂടുതൽ കരയുന്നത് സേറയുടെ ബോഡിക്ക് നല്ലതല്ല എന്ന ചിന്തയിൽ അന്നയുടെ ശരീരം ഒന്ന് വിറച്ചു. ഇപ്പം തന്നെ സേറയുടെ മുഖമാകെ ചുവന്നിട്ടുണ്ട്. കാത്തു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അലോഷി കാത്തുവിനെ വിളിച്ചു. എന്താ? അവളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇത്ര നേരവും അവൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് അലോഷിക്ക് മനസ്സിലായി. ദേ കുഞ്ഞു വല്ലാതെ കരച്ചില്ല. നീ ഒന്ന് എന്താണെന്ന് നോക്കിക്കേ. അന്നയുടെ കയ്യിൽ നിന്ന് ബലമായി സേറയെ കയ്യിലെടുത്ത് അലോഷി കാത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു. മറുത്തെന്തെങ്കിലും പറയുന്നതിന് മുന്നേ സേറ കാത്തുവിൻ്റെ കയ്യിലായിരുന്നു. എന്തുകൊണ്ടോ എതിർപ്പ് പറയാൻ അവൾക്കാവുമായിരുന്നില്ല. അന്നയുടെ നിറഞ്ഞ കണ്ണുകളാണോ അതോ അലോഷിയുടെ വാക്കുകളാണോ കാരണം? കാത്തു ചിന്തിക്കാതെ ഇരുന്നില്ല. പക്ഷേ ഇത് രണ്ടുമല്ല. നെഞ്ചിൽ അള്ളിപ്പിടിച്ച് ഏങ്ങിക്കരയുന്ന നുണക്കുഴി തെളിഞ്ഞു നിൽക്കുന്ന ആ കുഞ്ഞു മുഖമാണെന്ന് കാത്തു അന്നേരം മനസ്സിലാക്കിയില്ല. പാർത്തി, ഡാ ജിത്തു, എന്താടാ? മറുപുറത്ത് തേങ്ങലിൻ്റെ ശബ്ദം. പാർത്തി ബുള്ളറ്റ് സൈഡിലേക്ക് ഒതുക്കി ഫോൺ ചെവിയോട് ചേർത്തു. ജിത്തു, കാര്യം പറയടാ, എന്താടാ? ചോദിക്കുമ്പോൾ പാർത്തിയുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നത് സായുജിൻ്റെ അമ്മയുടെ ചിത്രമായിരുന്നു. അവൻ്റെ ശബ്ദം പതറി.